ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 15/8/2024. നമുക്കറിയാം, സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി സ്വന്തമായി തയ്യാറാക്കിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. തികച്ചും ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് ഈ കമ്പനി അവതരിപ്പിക്കുന്നത്. പ്ലേ സ്റ്റോറിലുണ്ട്. ഒരു സ്പോൺസറുടെ ലിങ്കിലൂടെ നമുക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ 16ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ ഭാഷകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് കുട്ടികൾക്കും എത്ര ഏജുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, എങ്ങനെ ഉപയോഗിക്കണം എന്നുവരെ അതിൻ്റെ ട്യൂട്ടോറിയൽ അതിനുള്ളിൽ തന്നെ കൊടുത്തുകൊണ്ട് നമ്മുടെ മണി മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, പേഴ്സണാലിറ്റി, അങ്ങനെ A to Z കാര്യങ്ങൾ. നമുക്കറിയാം, എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നു, എങ്കിൽ അതിലേക്കങ്ങ് എത്താൻ പറ്റുന്നില്ല. ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, പല മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും എന്തുകൊണ്ട് പറ്റുന്നില്ല? ആരും പഠിക്കുന്നില്ല. നമ്മുടെ വരവെന്താണ്, ചെലവെന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. എങ്കിൽ ഒരു ഫോളോപ്പിലൂടെ എല്ലാവരിലേക്കും ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്ത് അതിലൂടെ ഒരു വരുമാനം വാങ്ങിച്ച് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് ഈ കമ്പനി അവതരിപ്പിക്കുന്ന സേവ് ആപ്പ്. തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു. ഇപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, സ്പോട്ടിൽ ഇതിന് വാങ്ങിക്കാൻ വരുന്ന എമൗണ്ട് 3999 രൂപ പ്ലസ് 18% GST ആണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡേറ്റും, അതേപോലെ തന്നെ സ്പോട്ടിൽ നമുക്കതിൻ്റെ GST ബില്ലും കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത് 16/7/2024 ഒരാൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് സൈറ്റ് MySaving.in പോയിട്ടോ ഇത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വൺ ടൈം വാങ്ങിച്ച് മറ്റുള്ളവരിലേക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ കമ്പനി നമുക്ക് വരുമാനം തരുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ആവശ്യക്കാരിലേക്കും അത്യാവശ്യക്കാരിലേക്കും എത്തിക്കുമ്പോൾ കമ്പനി പലതരത്തിലുള്ള ഇൻകമായിട്ട് തരികയാണ്. റെഫറൽ കമ്മീഷനായിട്ടും, സെയിൽസ് കമ്മീഷനായിട്ടും, ടീം ബിൽഡിംഗ് കമ്മീഷൻ, ഇൻസെൻറ്റീവുകൾ, ക്ലബ് ബോണസുകളൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ഇൻകമായിട്ട് തരുന്നു. അതേപോലെ ഈ ആപ്ലിക്കേഷനിൽ ഒരു മൊബൈൽ റീചാർജ് ഉണ്ട്. ആ മൊബൈൽ റീചാർജിലൂടെയും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ അറിയാം, മറ്റുള്ള ആപ്ലിക്കേഷനിലൂടെയൊക്കെ ചെയ്യുമ്പോൾ അധിക ചാർജ് കൊടുത്ത് റീചാർജ് ചെയ്യണം. ഇങ്ങനൊരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ റീചാർജ് ചെയ്യുന്ന ചാർജോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. അതിലൂടെയും നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിസ്റ്റം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഇപ്പോൾ മൊബൈൽ റീചാർജൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ കമ്പനി നമുക്ക് ഈ പ്രോഗ്രാം തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഇനി നമ്മൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ റീചാർജ് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അങ്ങ് റീചാർജ് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 90% ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കും ഇത് മാർക്കറ്റ് ചെയ്യുന്നവരിലേക്കും കൊടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും 3 നേരം കമ്പനി മീറ്റിംഗ് തരുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ റൈറ്റപ്പുകളും വോയിസുകളും PDF-കളും ഒക്കെ നമുക്ക് മുന്നിലുണ്ട്. അതെല്ലാം ഓരോരുത്തരും ചോദിച്ച് വാങ്ങി മനസ്സിലാക്കിയിട്ട് ഇത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് റെഫർ ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഇതിനുള്ളിലുണ്ട്. കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇപ്പം നമുക്കറിയാം, വളരെ സിമ്പിളായിട്ട് മൊബൈൽ റീചാർജ് ചെയ്തു. ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, അതേപോലെ എല്ലാവരുടെ റീചാർജും ഇനി മുതൽ സേവ് ആപ്പിലൂടെ ചെയ്യാൻ വേണ്ടി
എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക. സക്സസ് ആയി. വളരെ സിമ്പിൾ. ഓക്കെ, ഇനി ഈ ആപ്ലിക്കേഷൻ നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുത്ത് ഈ കുറഞ്ഞ ടൈം കൊണ്ട് ഓരോരുത്തരും വാങ്ങിച്ച ഇൻകത്തെക്കുറിച്ച് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സായിട്ട് മൈ സേവിങ് ഡോട്ട് ഇൻ എന്നാണ് മൈ സേവിങ് ഡോട്ട് ഇൻ എന്നാണ് നമ്മുടെ ബിസിനസ് സൈറ്റ്. ആ ബിസിനസ് ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാട്ടോ. എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകമാണ് ഇനി ഞാൻ കാണിക്കുന്നത്. നമുക്കറിയാം മൈ സേവിങ് ഡോട്ട് ഇൻ ബിസിനസ് സൈറ്റ്. അത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഡാഷ്ബോർഡ് കാണിക്കുന്നു. ഇപ്പോൾ കമ്പനി നമുക്ക് പേഴ്സണൽ സെയിൽസ് കമ്മീഷനായിട്ട് 800 രൂപയാണ് ഒരാളെ റെഫർ ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൽ കാണാൻ നമുക്ക് 10,000 രൂപ ഒരു ഇൻകം കിട്ടിയിട്ടുണ്ട്. TB കമ്മീഷൻ എന്ന് പറയുമ്പോൾ ടീം ബിൽഡിംഗ് കമ്മീഷൻ, അതിൽ 4,15,500 രൂപ കിട്ടിയിട്ടുണ്ട്. GS ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ ജനറേഷൻ സെയിൽസ് ഇൻസെൻറ്റീവ് ലെവൽ ഇൻകം, അതൊരു 23,130 രൂപ കിട്ടിയിട്ടുണ്ട്. അച്ചീവ്മെൻറ്റ് ബോണസ് അതോ റാങ്ക് ആൻഡ് ഇൻസെൻറ്റീവുകൾ 37,500 രൂപ. ക്ലബ് ബോണസ് 1,32,120. CCM ബോണസായിട്ട് 16,370. ടോട്ടൽ ഏണിങ്സ് 6,34,620 രൂപ ഒരു വർക്കിംഗ് ഐഡിയയിൽ ഒരേ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു വരുമാനമാണ് കേട്ടോ. ഓൺലി വൺ ടൈം പർച്ചേസ് എന്ന് പറയുമ്പോൾ വെറും 3,999 രൂപ പ്ലസ് 18% GST കൊടുത്ത് ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് വാങ്ങിച്ചു. നമ്മുടെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചപ്പോൾ അക്കൗണ്ടിലേക്ക് വന്ന ക്യാഷാണ് 6,34,620. മൈ പർച്ചേസ് വാലറ്റ്, ഇവിടെ 12,400 പർച്ചേസ് പോയിൻ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ മൈ ക്യാഷ് വാലറ്റ് ഓപ്പൺ ചെയ്താൽ കാണാം റീചാർജിലൂടെ 623 രൂപ 85 പൈസ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോലും അറിയാതെ ആരൊക്കെയോ എവിടേക്കെയോ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടിയ ഒരു വരുമാനമാണ് ഈ കാണിക്കുന്നത്. 623 രൂപ 85 പൈസ. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം ലെഫ്റ്റ് സൈഡിൽ 3 ലൈന്. ആദ്യമേ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ബാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ കാണാം ഡെയിലി നമുക്ക് കിട്ടുന്ന വരുമാനം. ഇന്ന് 15-ാം തീയതി 14, 13, 12, 11 അങ്ങനെ എല്ലാ ദിവസവും ഇൻകം. നമുക്കറിയാം ആഴ്ചയിൽ ഡെയിലി ഇൻകം ഉണ്ട്, വീക്ക്ലി ഇൻകം ഉണ്ട്. ഓക്കെ, ഡെയിലി വീക്ക്ലി അതുകൂടാതെ നമുക്ക് മന്ത്ലിയും ഇൻകം കിട്ടുന്നുണ്ട്. എങ്കിൽ ഇതിൽ നോക്കാം, നമുക്ക് ഓരോ ദിവസവും വരുന്ന ഇൻകം നോക്കൂ. 3,686, 1,105, 5,160, 5,160 ഇങ്ങനെ ഓരോ ദിവസവും നല്ല നല്ല ഇൻകമായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. 53,078, 3,000, 8,000, 1,000, 800, 3,000, 2,000 ഇങ്ങനെ ഓരോ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും.